എല്ലാവർക്കും ബി-ദേവ് ട്രംപറ്റ് ട്യൂട്ടോറിയൽസിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബ്ലസ്വിൻ. ഞാൻ ഗവൺമെൻറ് ലോ കോളേജിൽ നിയമ വിദ്യാർത്ഥിയാണ്. അതുകൂടാതെ ഒരു ബ്രാസ് ബാൻഡ് ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബ്രാസ് ബാൻഡിൽ ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസ് ആയ ട്രംപറ്റ്, യുഫോണിയം, സൈഡ്രം, ബേസ് ഡ്രം, സിംബൽ മുതലായ ഇൻസ്ട്രുമെൻസ്, ഇവിടെ ബേസിക്സ് മുതൽ ഉള്ള കാര്യങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും കൃത്യമായിട്ട് പഠിപ്പിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ഒരു ട്രംപറ്റിൽ ശബ്ദമുണ്ടാക്കി ഒരു നോട്ട് വായിക്കുന്നത് മുതൽ നല്ല രീതിയിൽ തന്നെ അത് പ്ലേ ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ട്രംപറ്റ് ഉള്ള എല്ലാവരും ട്രംപറ്റ് വെച്ച് തന്നെ ഈ വീഡിയോ കണ്ട് പ്രാക്ടീസ് ചെയ്യുക. ഇല്ലാത്തവർ കഴിയുന്നത് പോലെ ഒരു നല്ലൊരു ട്രംപറ്റ് വാങ്ങിക്കുക. അതിനെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾ മെസ്സേജ് അയക്കുന്നതിന് റിപ്ലൈ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്കിന്ന് ആദ്യം ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് പരിചയപ്പെടാം. ഓക്കെ, ഇതാണ് ഒരു ട്രംപറ്റ്. ഇത് ഡിപ്ലോമാറ്റ് ബ്രാഞ്ചിലുള്ള ഒരു ട്രംപറ്റാണ്, US മെയ്ഡ് ട്രംപറ്റാണ്. നമുക്കറിയാം ഈ ട്രംപറ്റിൽ 3 കീസാണ് ബേസിക് ആയിട്ടുള്ളത്. ഈ 3 കീസ് യൂസ് ചെയ്താണ് നമ്മൾ എല്ലാ നോട്ടും വായിക്കുന്നത്, സപ്തസ്വരങ്ങൾ മൊത്തം വായിക്കുന്ന ഈ 3 കീസ് യൂസ് ചെയ്യാണ്. അപ്പോൾ ആദ്യം ഈ ട്രംപറ്റ് എങ്ങനെ ഹോൾഡ് ചെയ്യാം എന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അതിനുമുമ്പ് ഇത് മൗത്ത് പീസ്, ഇത് വെച്ച് വേണം നമുക്ക് വായിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഒരിക്കലും താഴെ വീഴാൻ ഇടവരുത്തരുത്. 2 ഇൻസ്ട്രുമെന്റ്സ് ഒരിക്കലും താഴെ വീഴാനുള്ള അവസരം ഉണ്ടാകരുത്. ഇന്ന് എന്തെങ്കിലും ഡാമേജ് വന്നാൽ നമുക്ക് മൊത്തം ഇൻസ്ട്രുമെന്റ്സിനും പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു C പോലത്തെ ഒരു പോയിന്റ് കാണാൻ പറ്റും. അവിടെ നമ്മുടെ ഈ ചെറുവിരൽ കൃത്യമായിട്ട് കയറ്റുക. പിന്നെ തമ്പ് നമ്മുടെ ഈ ട്യൂബിന്റെ, ഈ പൈപ്പിന്റെ കീഴിൽ. ഓക്കെ, അപ്പം റൈറ്റ് ഹാൻഡിൽ ഇങ്ങനെ കൃത്യമായിട്ട് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഇതേപോലെ 2 പാർട്ടാക്കി ഇവിടെ 2 പേര് ഇവിടെ മുകളിലും 2 പേര് ഇവിടെ താഴെയും, ഈ ഇടത് കൈയിലെ തമ്പ് ഇവിടെയും. അപ്പം ഇങ്ങനെയാണ് ഒരു ട്രംപറ്റ് കൃത്യമായിട്ട് ഹോൾഡ് ചെയ്യേണ്ടത്. ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെയും റൈറ്റ് ഹാൻഡ് ഇങ്ങനെയും. അപ്പോൾ നമ്മൾ എല്ലാ സംഗീത ഉപകരണങ്ങൾ ഉള്ളതുപോലെ തന്നെ ഇതിലും സപ്തസ്വരങ്ങൾ ഉണ്ട്. ഇതിലെ സപ്തസ്വരങ്ങൾ നമ്മൾ വായിക്കുന്നത് ഈ 3 കീസ് യൂസ് ചെയ്താണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ നോട്ട് സ. നമ്മൾ ഈ സ വായിക്കുന്നത് ഇപ്പം പൊതുവെ ആദ്യമായിട്ട് ട്രംപറ്റ് വായിക്കുന്നവർക്ക് ശബ്ദം ശരിയാകണമെന്നില്ല, ശബ്ദം വേണമെന്നില്ല. ഇങ്ങനെയായിരിക്കും സൗണ്ട് കേൾക്കുന്നത്, ഇങ്ങനെ കാറ്റായിരിക്കും കേൾക്കുന്നത്. അതുകൊണ്ട് ആരും വിഷമിക്കൊന്നും വേണ്ട. നമ്മൾ എപ്പോഴും ട്രംപറ്റ് വായിക്കുമ്പോൾ കവിള് വികസിപ്പിക്കാതെ ചുണ്ട് ഇങ്ങനെ ഈ രീതിയിൽ അടുപ്പിച്ച് വെച്ച് ഈ രീതിയിൽ വേണം നമ്മൾ സൗണ്ട് പുറപ്പെടുവിക്കേണ്ടത്. ഇപ്പൊ നോക്കൂ, നോക്കൂ, ഇങ്ങനെയാണ് നമ്മളിവിടെ ട്രംപറ്റിൽ സൗണ്ട് ഉണ്ടാക്കേണ്ടത്. ഇപ്പൊ നമുക്കിന്ന് സപ്തസ്വരങ്ങളിൽ 3 നോട്ട് നമ്മൾ ഓപ്പൺ നോട്ട് എന്ന് പറയുന്ന നോട്ടുകളാണ്. സ, പ, സ. ഒരു കീയും പ്രസ് ചെയ്യാതെ വായിക്കുന്ന നോട്ട്സിനെയാണ് നമ്മൾ ഓപ്പൺ നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ നോട്ട് സ. ഈ നോട്ട് കൃത്യമായിട്ട് കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. ഏത് പാട്ട് വായിക്കുമ്പോഴും ആദ്യത്തെ നോട്ട് നമുക്ക് എത്രത്തോളം കൃത്യമായിട്ട് കിട്ടുന്നുവോ അതനുസരിച്ചായിരിക്കും നമുക്ക് ആ പാട്ട് മുഴുവനും കറക്റ്റ് ആയിട്ട് വായിക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പൊ നോക്കൂ, ഇതാണ് സ. ഈ സ നമ്മൾ വായിക്കുമ്പോൾ ഒരു കീയും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നോട്ട് ഞാൻ ഇതിന്റെ താഴെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അടുത്ത നോട്ട് രി. ഈ രി എന്ന നോട്ട് നമ്മൾ വായിക്കുന്നത് നമ്മുടെ ഈ ട്രംപറ്റിൽ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ നോക്കുന്ന വ്യൂവിൽ നിന്നും 1ാമത്തെ, 2ാമത്തെ, 3ാമത്തെ കീസ് ഇങ്ങനെ നമ്മൾ വായിക്കേണ്ടത്. 1, 2, 3. നിങ്ങൾ കാണുന്നിടത്ത് നിന്ന് 1, 2, 3. അപ്പോ ഈ നമ്മുടെ ഈ ചൂണ്ട് വിരൽ കൊണ്ട് 1ാമത്തെ കീയും, നമ്മുടെ മിഡിൽ ഫിംഗർ കൊണ്ട് 2ാമത്തെ കീയും, നമ്മുടെ ഈ റിംഗ് ഫിംഗർ കൊണ്ട് 3ാമത്തെ കീയും. ഈ 3 കീസും ഈ 3 ഫിംഗേഴ്സും യൂസ് ചെയ്ത് മാത്രമേ വായിക്കാൻ പാടുള്ളൂ. ഈ 3 ഫിംഗേഴ്സും എപ്പോഴും ഈ കീയുടെ മുകളിൽ ഉണ്ടായിരിക്കണം. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോ ഇങ്ങനെ നമുക്ക് വായിക്കാൻ സാധിക്കണം.
ആദ്യത്തെ നോട്ട് സ. രണ്ടാമത്തെ നോട്ട് ജി. ജി എന്ന് പറയുമ്പോൾ ഒന്നാമത്തെയും മൂന്നാമത്തെ കീയും ഒരുമിച്ച് പ്രസ് ചെയ്ത് വായിക്കുന്നതാണ് ജി. നമ്മൾ സാ വായിക്കുന്ന അതേ സൗണ്ടിൽ തന്നെ, അതേ നമ്മൾ കാറ്റ് സായ്ക്ക് നമ്മൾ ഇങ്ങനെ പ്രഷർ കൊടുക്കുന്നോ അതേ പ്രഷറിൽ തന്നെ വേണം നമുക്ക് എന്ത് വായിക്കാൻ പറ്റും? ജി വായിക്കാൻ പറ്റും. അടുത്ത ഗ. ഗ ഒന്നാമത്തെയും രണ്ടാമത്തെയും കീ ഒരുമിച്ച് പ്രസ് ചെയ്യുന്നത്. അടുത്തത് മ. മ ഒന്നാമത്തെ കീ മാത്രം പ്രസ് ചെയ്തു. അടുത്ത് പ. ഞാൻ പറഞ്ഞ പോലെ തന്നെ പ എന്ന് പറയുന്നത് ഓപ്പൺ നോട്ടാണ്. അത് നമ്മൾ കീ ഒന്നും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ചുണ്ട് നമ്മൾ മാ വരെ വായിച്ചതിനേക്കാൾ ഉപരി ചുണ്ട് കുറച്ചും കൂടി ടൈറ്റ് ചെയ്ത് വേണം പ വായിക്കാൻ. ഇപ്പം ഞാൻ രണ്ട് നോട്ടിന് വ്യത്യാസം പറഞ്ഞാൽ, ആദ്യം സ, അടുത്ത് പ. രണ്ട് നോട്ടിനെയും പിച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, സായും ഈ ഗ മാ വരെ വായിച്ചതിനേക്കാൾ ഉപരി ചുണ്ടിലെ ഗ്യാപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? അടയ്ക്കണം. നിങ്ങൾക്ക് കുറച്ചും കൂടി അടച്ച് അകത്തോട്ട് കാറ്റ് നല്ല പ്രഷറിൽ കൊടുക്കണം. ഇതിനു ശേഷമുള്ള എല്ലാ നോട്ടുകളും നിങ്ങൾക്ക് എത്രത്തോളം ചുണ്ട് ടൈറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ടൈറ്റ് ചെയ്ത് വേണം മുകളിലേക്കുള്ള നോട്ടുകൾ വായിക്കേണ്ടത്. ഇപ്പം വായിച്ച നോട്ടാണ് ദ. ഈ ഗായ്ക്കും ദായ്ക്കും ഒരേ കീ ആണ്, ഒരേ നോട്ടാണ്, പക്ഷെ വായിക്കുന്ന പിച്ച് വ്യത്യാസമുണ്ട്. ആദ്യം ഗ, അടുത്ത ദ. ഓക്കെ, ഇനി അവസാനത്തെ രണ്ട് നോട്ട്. സെക്കൻഡ് ലാസ്റ്റ് നോട്ട് നീ. നീ നമ്മൾ രണ്ടാമത്തെ കീ പ്രസ് ചെയ്താണ് വായിക്കേണ്ടത്. ചുണ്ട് എത്രത്തോളം ടൈറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ചുണ്ട് ടൈറ്റ് ചെയ്ത് ട്രംപറ്റ് അകത്തോട്ട് പ്രസ് ചെയ്ത് വെച്ച് വായിക്കുക. അടുത്തത് സ. ടോപ്പ് സായാണ്. അതും ഇതേപോലെ എത്രത്തോളം ചുണ്ട് ടൈറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ചുണ്ട് ടൈറ്റ് ചെയ്ത് അകത്തോട്ട് തള്ളി വെച്ച്. ഓക്കെ, ഞാൻ ഈ സ്പീഡിൽ ഒന്ന് വായിച്ചു തരാം. സ നോക്കിക്കോളൂ. സ, രി, ഗ, മ, പ, ധ, നി, സ. നോക്കിയോ. ഇനി തിരിച്ച്. അപ്പോ ഇതാണ് നമ്മുടെ ട്രംപറ്റിലെ സപ്തസ്വരങ്ങൾ. ഇത് ആദ്യത്തെ ഒക്ടേവിലെ നോട്ടാണ്. ഇനിയും അടുത്ത വീഡിയോസിൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ പഠിപ്പിക്കുന്നതായിരിക്കും. ട്രംപറ്റ് വായിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ളത് വായിച്ചു നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വായിക്കുന്നത് തോന്നിയിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മെസ്സേജ് അയച്ച് എൻ്റെ അടുത്ത് ചോദിക്കുക. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് അതിനുള്ള മറുപടികൾ ഞാൻ നൽകും. അതിനുള്ള ടിപ്സ് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.